ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ അജിനി. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് തിങ്ക് ആൻഡ് ഗ്രോ റിച്ച്, ചിന്തിക്കൂ സമ്പന്നനാകൂ എന്നുള്ള നെപ്പോളിയൻ ഹില്ലിൻ്റെ ബുക്കിൻ്റെ 5-ാമത്തെ ചാപ്റ്ററായ സ്പെഷ്യലൈസ്ഡ് നോളജ് എന്നുള്ള സബ്ജക്റ്റിനെ കുറിച്ചാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിന് മുമ്പുള്ള ചാപ്റ്റേഴ്സൊക്കെ കാണുക, അതിനുശേഷം ഈ 5-ാമത്തെ ചാപ്റ്റർ കാണുക. അപ്പോൾ ഇതിൽ നമ്മൾ സ്പെഷ്യലൈസ്ഡ് നോളജിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമുക്കെല്ലാവർക്കും ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട്. നമ്മളെല്ലാവരും സ്കൂളിൽ പോകുന്നു, പല കാര്യങ്ങൾ പഠിക്കുന്നു. ചില ആൾക്കാർക്ക് പ്രത്യേകമായ ചില കഴിവുകളുണ്ട്. ഇതൊക്കെ നമുക്ക് അറിവുള്ള കാര്യങ്ങളാണ്. ഇതിൽ 2 തരം നോളജിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഒന്ന് ജനറൽ നോളജ്, ഒന്ന് സ്പെഷ്യലൈസ്ഡ് നോളജ്. ജനറൽ നോളജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ട് പഠിക്കുന്നതും കണ്ടു പഠിക്കുന്നതും സ്കൂളിൽ പോയി പഠിക്കുന്നതുമായ പല പല കാര്യങ്ങൾ. അത് എല്ലാവർക്കും ഏകദേശം ഒരു കാര്യത്തിനെക്കുറിച്ച് ചോദിച്ചാൽ അത് നമുക്കെല്ലാവർക്കും അറിയാമായിരിക്കും. പക്ഷേ സ്പെഷ്യലൈസ്ഡ് നോളജ് എന്ന് പറയുമ്പം ഒരാൾക്ക് അവരിൽ മാത്രമുള്ള ഒരു പ്രത്യേകതയായിരിക്കും. അവരിൽ മാത്രം എന്നല്ല, അത് പലരിലും കാണുമായിരിക്കും. പക്ഷേ എന്നാൽ പോലും നമ്മൾ ഓരോരുത്തരും യൂണീക്കാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോ കഴിവുകളുണ്ട്. അങ്ങനെ ആ കഴിവിൻ്റെ അടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ നമ്മളുടെ ഇൻട്രസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ, നമ്മുടെ താല്പര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ ഉണ്ടാകുന്ന നോളജാണ് സ്പെഷ്യലൈസ്ഡ് നോളജ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളുടെ ആ ഇൻട്രസ്റ്റിനെ നമുക്കെങ്ങനെ അതിൽ കൂടെ പണമുണ്ടാക്കാം, അല്ലെങ്കിൽ അതിനെ നമുക്കെങ്ങനെ നമ്മളുടെ ഉപയോഗങ്ങൾക്കായിട്ട് ഉപയോഗിക്കാം എന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. ഈ സ്പെഷ്യലൈസ്ഡ് നോളജ് എന്ന് പറയുമ്പോൾ ചില ആൾക്കാർക്ക് കേക്ക് ഉണ്ടാക്കാൻ ഇൻട്രസ്റ്റ് ആയിരിക്കും, അതിൽ കൂടെ അവർ പൈസ ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. ചില ആൾക്കാർക്ക് ചെടി വളർത്തുന്ന ഇൻട്രസ്റ്റ് ആയിരിക്കും, പക്ഷെ അതിൽ കൂടെ അവർ വലിയൊരു നഴ്സറിയൊക്കെ നടത്തുന്നുണ്ടായിരിക്കും. അങ്ങനെ ഓരോരുത്തരുടെയും ഇൻട്രസ്റ്റ് വെച്ചിട്ട്, അല്ലെങ്കിൽ ആ ഇൻട്രസ്റ്റിനെ ഡെവലപ്പ് ചെയ്ത് അതിൽ കൂടെ പൈസ ഉണ്ടാക്കുന്നതിനെ പറ്റിയിട്ടാണ് പറയുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു വിദ്യാഭ്യാസം എടുത്തു എന്ന് വിചാരിച്ചിട്ട്, ഇപ്പം ഞാൻ ഒരു ഡോക്ടറാണ്, ഒരു എൻജിനീയറാണ്, അല്ലെങ്കിൽ ഒരു അഡ്വക്കേറ്റാണ്, അല്ലെങ്കിൽ വേറെ എന്തൊക്കെയോ ഒരുപാട് ഓരോ പ്രൊഫഷൻ ഓരോരുത്തരും പഠിക്കുന്നു. അതുകൊണ്ട് നമ്മൾ ഭയങ്കര പൈസ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എന്ന് വെച്ചാൽ അതിൽ നിന്ന് ഒരു നിശ്ചിത വരുമാനം കിട്ടുന്നുണ്ട്, ജീവിക്കുന്നുണ്ട് എന്നുള്ളത് സത്യം തന്നെയാണ്. ഇപ്പം നമ്മൾ പല ആൾക്കാരെയും പറയും അവർ അത്ര പഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ പഠിക്കാത്തത് കൊണ്ടാണ്. അതൊരു തെറ്റിദ്ധാരണയാണ്. പല ആൾക്കാരും ഇപ്പോഴും മാതാപിതാക്കളെ കുട്ടികൾ ബ്ലെയിം ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്നെ അങ്ങനെ പഠിപ്പിച്ചില്ല, അല്ലെങ്കിൽ എന്നെ ഇങ്ങനെ പഠിപ്പിച്ചില്ല, ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിപ്പിച്ചില്ല, നല്ല സ്കൂളിൽ വിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ ജീവിതത്തിൽ വിജയിക്കാത്തതെന്ന് പറയുന്നു. ഹെൻറി ഫോർഡ് പഠിച്ചത് 6-ാം ക്ലാസ് വരെയാണ്. തോമസ് ആൽവ എഡിസൺ 3 മാസമാണ് സ്കൂളിൽ പോയത്. അപ്പോൾ ഈ നമ്മളുടെ പരമ്പരാഗതമായ എഡ്യൂക്കേഷൻ കൊണ്ടല്ല അവരാരും വലിയ നിലയിലെത്തിയത്. അവരുടെ സ്പെഷ്യലൈസ്ഡ് നോളജിനെ ഡെവലപ്പ് ചെയ്തിട്ടാണ് അവർ വലിയ നിലയിലെത്തിയത്. ശരിക്കും പറഞ്ഞാൽ എഡ്യൂക്കേഷൻ എന്നുള്ള വാക്കുണ്ടായത് തന്നെ ഒരു ലാറ്റിൻ വേർഡിൽ നിന്നാണ്. ആ എഡ്യൂക്കേഷൻ എന്ന വാക്ക്, ആ വേർഡിൻ്റെ അർത്ഥം തന്നെ പിഴിഞ്ഞെടുക്കുക, വലിച്ചെടുക്കുക എന്നൊക്കെയാണ്. അപ്പോൾ ഒരു കാര്യത്തിനെ പറ്റി മനസ്സിലാക്കി അതിനെ പിഴിഞ്ഞ് നമ്മളിലേക്ക് എടുക്കുക എന്നുള്ളതാണ് സത്യത്തിൽ എഡ്യൂക്കേഷൻ കൊണ്ട് മനസ്സിലാകുന്നത്. അതിൽ നമ്മൾ 1, 2, 3, 4, 5, 6 അങ്ങനെ ക്ലാസ് പഠിക്കണം എന്നുള്ളതല്ല അതിൻ്റെ അർത്ഥം. എന്ന് വിചാരിച്ച് നിങ്ങളാരും സ്കൂളിൽ പോകണ്ടെന്നും പഠിക്കണ്ടെന്നോ ഒന്നുമല്ല ഞാൻ പറയുന്നത് കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ അങ്ങനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ പറഞ്ഞു കൊടുക്കും, അതുകൊണ്ടാണ് കുട്ടികളൊന്നും പഠിക്കാത്തത്. അത് സത്യം തന്നെയാണ്. കുട്ടികൾക്ക് ഇപ്പോൾ പഠിച്ചിട്ടെന്ത് കാര്യം എന്നുള്ളൊരു തോട്ട് വന്നിട്ടുണ്ട്. പക്ഷെ നമുക്കൊരു ബേസിക് എഡ്യൂക്കേഷൻ ഉണ്ടായിരിക്കണം. അത് നല്ലത് തന്നെയാണ്. നമ്മുടെ പല കാര്യങ്ങളിലും നമ്മൾ അത് ഹെൽപ്പ് ചെയ്യും. പക്ഷെ ഞാൻ പറയുന്നതായ ഈ സ്പെഷ്യലൈസ്ഡ് നോളജ് എന്ന് പറയുന്നത് നമ്മുടെ ഫോർമൽ വിദ്യാഭ്യാസത്തിൽ നിന്ന് കിട്ടുന്നതല്ല എന്നാണ് പറയുന്നത്. നമ്മുടെ ഇൻട്രസ്റ്റ് അനുസരിച്ച് നമ്മൾ അത് ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഈ ഹെൻറി ഫോർഡ് ഒക്കെ ആണെങ്കിലും അദ്ദേഹത്തിന് അറിയാത്ത കാര്യങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് വില കൊടുത്തെടുക്കും, പൈസ കൊടുത്ത് നമുക്ക് ഉപയോഗിക്കാം. ഇപ്പോൾ നമുക്ക് ഒരു അറിവ് എനിക്കുണ്ടായിരിക്കും, പക്ഷേ എനിക്ക് മറ്റു പല കാര്യങ്ങൾ ഒരുമിച്ച് വന്നാൽ മാത്രമേ എൻ്റെ അറിവിനെ പുറത്തോട്ട് കാണിക്കാനായിട്ട് പറ്റുള്ളൂ എന്നാണെങ്കിൽ നമ്മൾ അതിന് പൈസ കൊടുത്ത ആളെ എടുക്കണം, അല്ലെങ്കിൽ ആ നോളജ് ഉള്ളവരെ നമ്മൾ കൂട്ടുപിടിക്കണം, അല്ലെങ്കിൽ അവരുടെ ഇന്ന് അത് പഠിച്ചെടുക്കണം. ഇനി എനിക്ക് എൻ്റെ ആവശ്യമുള്ള കാര്യങ്ങളെക്കുറിച്ച് ചെറുതായിട്ടറിയാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് വീണ്ടും അതിൻ്റെ ചില കോഴ്സുകൾക്ക് ചേരാം, പഠിക്കാം, അത് മനസ്സിലാക്കാം, യൂട്യൂബ് വീഡിയോസ് കണ്ട് മനസ്സിലാക്കാം. അങ്ങനെ നമ്മുടെ സ്പെഷ്യലൈസ്ഡ് നോളജിനെ, നമുക്കുടെ ഇൻട്രസ്റ്റ് എന്താണ്, നമ്മളുടെ ആഗ്രഹം എന്താണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ അതിനെ ഡെവലപ്പ് ചെയ്യാൻ ശ്രമിക്കുകയും അത് മൂലം നമുക്ക് പൈസ ഉണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്യണമെന്നാണ് ഈ പറയുന്നത്. ഇപ്പം നമ്മളുടെ ടീച്ചേഴ്സ് B.Ed.ഉം M.Ed.ഉം ഒക്കെ കഴിഞ്ഞിട്ട് ട്രെയിനിങ്ങും എല്ലാം കഴിഞ്ഞതിന് ശേഷം ടീച്ചിങ്ങിൽ വർക്ക് ചെയ്യുമ്പോൾ അവരൊരു വരുമാനം ഉണ്ടാക്കുന്നുണ്ട്, അവരുടെ ജീവിതത്തിനുള്ള വരുമാനം ഉണ്ടാക്കുന്നുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ
ആ ടീച്ചിങ് തന്നെ ബിസിനസ്സാക്കിയതാണ് നമ്മുടെ ബൈജൂസ് ആപ്പ്, അതുപോലെ പല ഇതുമുണ്ട്. അതെന്ന് പറയുമ്പോഴത്തേക്ക് ആ ടീച്ചിങ് എന്നുള്ള പ്രൊഫഷനെ കുറച്ചുകൂടെ വിപുലീകരിച്ച് കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിച്ച് അതൊരു ബിസിനസ്സാക്കി എടുത്താണ്. എന്ന് പറയുന്നത് പോലെ ഓരോ ഫീൽഡിലും ആ നോളജിനെ സ്പെഷ്യലൈസ്ഡ് നോളജ് ആക്കി എടുത്ത് നമുക്ക് ഉപയോഗിക്കാനും സാധിക്കും. അപ്പോൾ എന്ന് പറയുന്ന പോലെ ഇപ്പോൾ സാധാരണ ഒരു ഡോക്ടർ ഒരു മാസ ശമ്പളത്തിനോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രാക്ടീസിനനുസരിച്ചോ പൈസ കിട്ടും. ആസാദ് മൂപ്പൻ ഒരു ഡോക്ടറാണ്. അദ്ദേഹം ഒരുപാട് ഹോസ്പിറ്റൽസ് പല സ്ഥലത്തും തുടങ്ങി അദ്ദേഹം ആ പ്രൊഫഷനെ തന്നെ ഒരു ബിസിനസ്സും ആ ഡോക്ടറാണ്, പ്ലസ് അതിൻ്റെ കൂടെ ഒരു ബിസിനസ്സും ചെയ്യുന്നു എന്നുള്ളതാണ് ആ ഒരു ഹോസ്പിറ്റൽ ശൃംഖലയിലൂടെ. അപ്പോൾ അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ സ്പെഷ്യലൈസ്ഡ് നോളജിനെ ഉപയോഗിക്കാനായിട്ട് സാധിക്കണം. നമുക്കില്ലാത്ത പല അറിവുകളും കാണും. ഒരാൾക്ക് എന്തെങ്കിലും ഒരു നോളജ് ഉണ്ടെന്ന് വിചാരിച്ച് അയാൾക്ക് അറിവുകൾ ഉണ്ടായിരിക്കണം എന്നില്ല. ഇപ്പോൾ ഈ ഹെൻറി ഫോണിൻ്റെ ഓഫീസിൽ തന്നെയാണെങ്കിൽ മാസ്റ്റർ മൈൻഡ് ഗ്രൂപ്പുണ്ട്, കുറേ ആൾക്കാരുണ്ട്. അറിയാത്ത കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അറിയാത്ത കാര്യങ്ങൾക്ക് ഉത്തരം കൊടുക്കാനൊക്കെ വേറെ ആൾക്കാരുണ്ട്. എന്ന് പറയുന്ന പോലെ നമുക്ക് പുറത്തുനിന്ന് എടുക്കാം. പക്ഷെ നമ്മളിലുള്ള ഒരു കഴിവുണ്ട്, ആ കഴിവിനെ നമ്മൾ എടുത്ത് മനസ്സിലാക്കി വലുതാക്കി എടുക്കണം. ഇപ്പം തന്നെ അമേരിക്കയിൽ സ്റ്റോക്ക് മാർക്കറ്റ് എല്ലാം ഇതായതിനു ശേഷം, എല്ലാം പൊട്ടിപ്പാളിഷായതിനു ശേഷം കുറേ ആൾക്കാർ പല വേറെ ബിസിനസ്സിലോട്ട് തിരിഞ്ഞു. ആ സമയത്ത് ഇതിൽ ബുക്കിൽ പറയുന്ന ഒരു സ്റ്റോറിയാണ്. ആ സമയത്ത് ഒരു ലേഡി ഇങ്ങനെ പാംഫ്ലെറ്റ് ഉണ്ടാക്കുന്ന അവർക്ക് ഇൻട്രസ്റ്റ് ആയിരുന്നു, അങ്ങനെ ഓരോന്ന് ഒരു ക്രിയേറ്റിവിറ്റി ആയിരുന്നു അവരുടെ. അപ്പോൾ അവരെന്തെടുത്ത് കുറഞ്ഞ നിരക്കിൽ ആൾക്കാർക്ക് പാംഫ്ലെറ്റ് ഉണ്ടാക്കി കൊടുത്തപ്പോഴത്തേക്ക് അവരുടെ ഇത് കാണുമ്പോഴത്തേക്ക് ഒരു ബിസിനസ്സിനെ കുറിച്ച് എന്താണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചൊരു ക്ലിയർ ഐഡിയ കിട്ടുന്ന തരത്തിലായിരുന്നു അവർ അതെല്ലാം ഉണ്ടാക്കി കൊടുക്കുന്നത്. അങ്ങനെ അത് സത്യത്തിൽ ഒരു ഇൻട്രസ്റ്റിൻ്റെ പുറത്താണ് സ്റ്റാർട്ട് ചെയ്തത്. അതിലൂടെ ചെയ്തു കൊടുത്തവർക്ക് അത് ഉപകാരപ്പെട്ടപ്പം പൈസ കിട്ടുകയും ചെയ്തു. അങ്ങനെ അവരതൊരു വലിയ ബിസിനസ്സാക്കി മാറ്റുകയും ചെയ്തു. കാരണം പിന്നീട് അവരെന്താ പറയുന്നത്, അഡ്വാൻസ് മാത്രമേ മേടിക്കത്തുള്ളൂ, നിങ്ങൾക്ക് ലാഭം കിട്ടുമ്പോൾ അതിൻ്റെ ലാഭവിഹിതം തന്നാൽ മതി എന്ന് പറയും. അപ്പം ബിസിനസ്സൊക്കെ തുടങ്ങാൻ പോകുന്നവർക്ക് അതൊരു സന്തോഷമായിരുന്നു. അങ്ങനെ അത് അവരൊരു ബിസിനസ്സാക്കി മാറ്റി. അവർ തന്നെ അവരുടെ മകന് വേണ്ടിയിട്ട്, അന്നത്തെ കാലത്ത് CV ഒക്കെ, ഇന്നൊക്കെ നമുക്ക് CV ഒക്കെ പല തരത്തിൽ CV എഴുതാം, ആര് വേണമെങ്കിലും എഴുതി തരും, അങ്ങനെയൊക്കെ ഒരു കാലമാണ് ഇന്ന്. ആർക്ക് വേണമെങ്കിലും നെറ്റിലടിച്ച് നോക്കിയാൽ CV എഴുതാനായിട്ടുള്ള ഇതൊക്കെ പോയിൻറ്റ്സൊക്കെ കിട്ടും. പണ്ട് അങ്ങനെയൊന്നുമല്ല. അങ്ങനെ ഇരുന്ന സമയത്ത് പുള്ളിക്കാരിയുടെ മകൻ്റെ CV എഴുതി കൊടുത്തത് കണ്ടിട്ട് ആ എക്സ്പീരിയൻസും കാര്യങ്ങളും അങ്ങനെ ഇങ്ങനെയൊക്കെ എഴുതി വെച്ചിരിക്കുന്ന ആ ഒരു പുള്ളിക്കാരുടെ ഒരു പ്രിപ്പറേഷൻ്റെ ഗുണം കൊണ്ട് മാത്രം 10 വർഷം എക്സ്പീരിയൻസ് വേണ്ട ഒരു ജോലി അവരുടെ മകന് കിട്ടുകയും ചെയ്തു. അപ്പോൾ ഈ തരത്തിൽ നമ്മുടെ ക്രിയേറ്റിവിറ്റിയെ നമ്മൾ കൂടുതൽ നല്ലതാക്കി എടുക്കുകയും അതിൽ കൂടെ പണം ഉണ്ടാക്കാനായിട്ട് നമ്മൾ മാർഗം സ്വീകരിക്കുകയും ചെയ്യണം. എല്ലാവർക്കും ആഗ്രഹമുണ്ട് നമ്മൾക്ക് ഇരിക്കുന്ന ഇൻകം, ഇപ്പോൾ എല്ലാവർക്കും ഒരു ജോലി കാണും, ഒരു ഉപജീവന മാർഗം കാണും, ഇനി ഒരു ഇൻകം കൂടെ വേണം എന്നുള്ളത് എല്ലാവർക്കും ആഗ്രഹമാണ്. നമുക്ക് എല്ലാവർക്കും ഓരോ കഴിവുണ്ട്, അതാണ് ഏറ്റവും വലിയ സത്യം. എല്ലാവർക്കും ഉണ്ട് കഴിവ്. ആ കഴിവിൽ ഞാൻ വിജയിക്കുമെന്നൊക്കെ നമുക്കറിയാം. പിന്നെ അതിൻ്റെ ഒന്നും പുറകെ പോകാനോ അതൊക്കെ ഡാൻസ് കളിക്കുമായിരുന്നു, പണ്ട് കുറേ ഡാൻസൊക്കെ കളിച്ചിട്ടുണ്ട്, ഇപ്പോൾ അതൊന്നും ഇല്ല, ഇങ്ങനെയാണ് നമ്മളെല്ലാവരും പറയുന്നത്. പാടുമായിരുന്നു. അത് നമ്മുടെ കഴിവുകളൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയാം, അത് പുറത്തെടുക്കാൻ സാധിക്കുന്നില്ല. നമ്മുടെ ഒരു മൂവി ഉണ്ടല്ലോ, ഹൗ ഓൾഡ് ആർ യുവിൽ പണ്ട് ഒരുപാട് കഴിവുണ്ടായിരുന്നു, പ്രസംഗിക്കാൻ കഴിവുണ്ടായിരുന്നു, ധൈര്യമുണ്ടായിരുന്നു മഞ്ജു വാര്യർക്ക്. പക്ഷെ പിന്നീട് അത് പുറത്തെടുക്കാതെ വീട്ടമ്മയായിട്ട് ജീവിക്കുകയും പിന്നീട് അത് പുറത്തെടുക്കുകയും ചെയ്യുന്നതെന്ന് പറയുന്ന പോലെ എല്ലാവർക്കും ഓരോ കഴിവുണ്ട്. അതിനെ നമ്മൾ പുറത്തെടുക്കുകയും അതിലൂടെ പണം ഉണ്ടാക്കാനായിട്ട് നമ്മൾ ശ്രമിക്കുകയും ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇനി നമുക്ക് പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ട്, എല്ലാം നമുക്കിപ്പോൾ വിചാരിച്ച ഉടനെ നടക്കത്തില്ല. അങ്ങനെയാകുമ്പോൾ നമ്മൾ മറ്റുള്ളവരുമായിട്ട് അസോസിയേറ്റ് ചെയ്യണം എന്നാണ് ഈ ചാപ്റ്ററിൽ പറയുന്നത്. അങ്ങനെ അസോസിയേറ്റ് ചെയ്ത് വരുമ്പോൾ നമ്മളുടെ കഴിവ് വേറൊരാളുടെ കഴിവും കൂടെ ചേർത്ത് വരുമ്പോഴത്തേക്ക് അത് ചിലപ്പം വലിയ നേട്ടങ്ങളിലേക്ക് പോകും. പക്ഷെ നമുക്ക് മിക്കപ്പോഴും അസോസിയേറ്റ് ചെയ്യാനും പേടിയാണ്. ഇനിയിപ്പോൾ അതെല്ലാം എന്തെങ്കിലും പ്രശ്നങ്ങളായാൽ, കാര്യം തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ വിചാരിക്കുന്നതാണ് പ്രശ്നങ്ങളായാൽ പിന്നെ നമ്മൾ ഇതിൽ നിന്ന് മാറുന്നതൊക്കെ വലിയ പാടായിരിക്കും, ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കും. അപ്പോൾ ഈ ചാപ്റ്ററിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് നിങ്ങളിലുള്ള ക്രിയേറ്റിവിറ്റീനെ നിങ്ങൾ പൈസ ഉണ്ടാക്കുന്ന മാർഗത്തിലേക്ക് തിരിച്ചുവിടണം. ആ ക്രിയേറ്റിവിറ്റിയെ കൂടുതൽ പഠിക്കണം. പിന്നെ ഇതിനൊക്കെക്കാളും ഏറ്റവും വലിയ കൂടുതൽ പഠിക്കുക, മനസ്സിലാക്കുക എന്നുള്ളതിനേക്കാൾ പ്രാക്ടിക്കൽ നോളജ് എടുക്കണം എന്നുള്ളതാണ്. അതായത് ഇപ്പം അതിൽ വിജയിച്ച ഒരാൾ കാണും,
അവരുടെ ഉപദേശം എടുക്കണം, അവരെന്താണ് ചെയ്തതെന്ന് മനസ്സിലാക്കണം. ഇപ്പോൾ ഈ ബുക്ക് തന്നെ വിജയിച്ച ഒരുപാട് പേരെ ഇൻ്റർവ്യൂ ചെയ്ത് ഉണ്ടാക്കിയതാണ് നമ്മുടെ ഈ തിങ്ക് ആൻഡ് ഗ്രോ റിച്ച് എന്ന് പറയുന്ന ബുക്ക്. എന്ന് പറയുന്നത് പോലെ നമ്മൾ വിചാരിക്കുന്ന ജോലിയിൽ അല്ലെങ്കിൽ നമ്മളുടെ ക്രിയേറ്റിവിറ്റിയിൽ നമുക്ക് ഇൻട്രസ്റ്റ് ഉള്ള കാര്യത്തിൽ വിജയിച്ചവരിൽ നിന്ന് നമ്മൾ ഉപദേശം എടുക്കുകയും അതനുസരിച്ച് നമ്മൾ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്താൽ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ വിജയമുണ്ടാക്കാൻ സാധിക്കുക. അപ്പോൾ ഇങ്ങനെ എല്ലാവർക്കും ഒരു കഴിവ് കാണും. ആ കഴിവിനെ നിങ്ങളും വികസിപ്പിച്ചെടുക്കുക. ഈ ചാപ്റ്റർ വീണ്ടും വായിക്കുക. ഞാൻ ജസ്റ്റ് ഒരു ഷോർട്ടാക്കിയിട്ട് ഞാൻ പറയുന്നതേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് വീണ്ടും വീണ്ടും വായിച്ച് മുമ്പോട്ട് പോവുക. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും വിജയിക്കാൻ സാധിക്കട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. ബൈ.